ഇത്തരത്തിലുള്ള ഭക്ഷണത്താൽ ഹാനി ഉണ്ടാകുമെന്നത് മാത്രമല്ല നാരദ മഹർഷി, ഇപ്രകാരമുള്ള ഭക്ഷണം ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടി സകല ജീവജാലങ്ങൾക്കും ഭോജനാശ്രയമായ വനസമ്പത്തിനെ വിനാശം ചെയ്യുന്നു. അവിടം കൃഷിഭൂമിയായി പരിവർത്തനം ചെയ്യപ്പെടുന്നു. അങ്ങനെ അവിടെ സുരക്ഷിതരായിരുന്ന ജീവജാലങ്ങൾക്ക് സർവനാശം നേരിടേണ്ടി വരുന്നു. അപ്പോൾ സ്വന്തം ശരീരം പുഷ്ടിപ്പെടുത്തുവാൻ വേണ്ടി ജീവജാലങ്ങൾക്ക് മൃത്യു പ്രദാനം ചെയ്യുന്നു. കൃഷിയിടങ്ങളിലെ ജലസേചനത്തിന് വേണ്ടി നദികളുടെ സ്വാഭാവികമായ ഒഴുക്കിനെ കൃത്രിമമായ മാർഗങ്ങളിലൂടെ തടഞ്ഞു നിർത്തുന്നു. ഇതിനാൽ ആപത്തുകളും ക്ഷാമവും ഉണ്ടാകുമെന്നുള്ള ആശങ്ക സദാ നിലനിൽക്കുന്നതാണ്. ജലജീവികളുടെയും സർവനാശം സംഭവിക്കുന്നു. അതിനുശേഷം ഭക്ഷണം പാചകം ചെയ്യുന്നതിനു വേണ്ടി വൃക്ഷങ്ങളെ മുറിച്ചാണ് ഇന്ധനത്തിന്റെ ആവശ്യവും പൂർത്തീകരിക്കുന്നത്. ഭക്ഷണം പാചകം ചെയ്യുന്ന പ്രക്രിയയിൽ അതിലുള്ള എല്ലാ പോഷക മൂല്യങ്ങളുടെയും നഷ്ടം സംഭവിക്കുകയും ചെയ്യുന്നു. ഒരിക്കലുമില്ല ദേവേന്ദ്ര, നമ്മുടെ പുഷ്ടിക്ക് വേണ്ടി മാത്രം മറ്റു ജീവജാലങ്ങൾക്ക് മൃത്യു സംഭവിക്കുവാൻ നാം അനുവദിക്കുകയില്ല. അത് അസംഭവ്യമാണ്.